ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഒരു നോൺ വെജ് റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. നമ്മൾ കുക്കറിലാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ പോണത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ നല്ല തിക്ക് ആൻഡ് റിച്ച് ആയിട്ടുള്ളൊരു ഗ്രേവിയാണ് ഇതിൻ്റെ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതിനാവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമുള്ളത് ഒരു മീഡിയം സവാള, 5 പച്ചമുളക്, ഒരു വലിയ പീസ് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 5 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 പീസ് പട്ട, 2 ഗ്രാമ്പു, 1 ഏലക്ക, പിന്നെ ഇത് കൂടാതെ നമുക്ക് ഒരു പിടി മല്ലിയിലും പുതിനയിലും കൂടി വേണം. പിന്നെ ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം, പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ഇട്ടിട്ട് വേണം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാനായിട്ട്. ആദ്യം നമുക്ക് മസാലയ്ക്കായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. മല്ലിയില, പുതിനയില, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പ്, ഏലക്കയും, പിന്നെ 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം, പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇത്രയും നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഈ കറിക്ക് നമ്മൾ എരിവിനായിട്ട് പച്ചമുളകും പെപ്പറും മാത്രമാണ് ആഡ് ചെയ്യുന്നുള്ളൂ. മുളക് പൊടിയൊന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതനുസരിച്ച് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 2 വലിയ സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് കുക്കർ വെക്കാം. എന്നിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ ഇതിലേക്ക് ക്യുമിൻ പൗഡർ, അതായത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഒരു 5 മിനിറ്റ് നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മസാല നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയും ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി നമുക്ക് വറുക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി എടുത്തിട്ട് കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറിൻ്റെ ലിഡ് ഇട്ടിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം. കറി ഇപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു വിസിൽ അടിച്ചാൽ മതി. ഒരു വിസിൽ വന്ന് കഴിയുമ്പോൾ കുക്കർ ഓഫ് ചെയ്തിടുക. അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് പ്രഷർ ഡൗൺ ആയി കഴിയുമ്പോൾ മാത്രം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം.
നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ടാവും. ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടിരുന്നു. പ്രഷർ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത് നോക്കാം. ഇനി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് ആഡ് ചെയ്താലാണ് നമ്മുടെ കറിക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ആൽമണ്ട് ക്രീമോ അല്ലെങ്കിൽ കാഷ്യൂവിൻ്റെ പേസ്റ്റോ യൂസ് ചെയ്യാം. അതായത് ഒരു 10 ആൽമണ്ട് എടുത്തിട്ട് അത് സോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്കിൻ പീൽ ചെയ്ത് കളഞ്ഞിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 10 കാഷ്യൂ നട്ട്സ് എടുത്തിട്ട് നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആൽമണ്ടിൻ്റെയോ അല്ലെങ്കിൽ കാഷ്യൂവിൻ്റെ പേസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിത് മസാല വഴറ്റില്ലേ ആ സമയത്ത്, അതായത് നമ്മൾ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ലേ ആ സമയത്ത് വേണം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ക്രീമും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കറി ഒന്നുകൂടെ തിക്കാവും. അതുപോലെ തന്നെ ടേസ്റ്റ് വൈസും നല്ല റിച്ച് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തന്നെ അറിയിക്കൂ കേട്ടോ. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ക്രീമും കൂടെ നമ്മുടെ കറിയുടെ മേളിലായിട്ട് ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നിട്ട് വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.